കവികൾ എന്ന കവിത സ്റ്റാലിന. മലയാളത്തിലെ സമകാലിക എഴുത്തുകാരികളിൽ സവിശേഷമായൊരു സ്ഥാനമുള്ള എഴുത്തുകാരിയാണ് സ്റ്റാലിന. സ്റ്റാലിനയുടെ കവിതകളിലേക്ക്, പ്രത്യേകതകളിലേക്ക് കടക്കുമ്പോൾ വിവിധ മേഖലകളിൽ തൻ്റേതായ സ്ഥാനമുറപ്പിച്ച ഒരു എഴുത്തുകാരിയെന്ന് അവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. എഴുത്തുകാരി എന്ന നിലയിൽ, ഒരു വിദ്യാഭ്യാസ പ്രവർത്തക എന്ന നിലയിൽ, ഗവേഷക എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കേരള സമൂഹവുമായും മലയാള സാഹിത്യവുമായും ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് അവർ. സമകാലിക പെൺകവിതകളിൽ സവിശേഷമായൊരു സ്ഥാനം അവർക്കുണ്ട് എന്ന് കാണാം. കേരള പെൺകവികൾ, ഒരിക്കൽ കൂടെ പറയാം, കേരള പെൺകവികൾ എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം, അല്ലെങ്കിൽ കേരള പെൺകവികൾ എന്ന സംഘടനയുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം സ്റ്റാലിന എന്ന കവയിത്രിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരള പെൺകവികൾ എന്നത് കേരളത്തിലെ സ്ത്രീകളായ എഴുത്തുകാരികളുടെ ഒരു കൂട്ടായ്മയാണ്. കവിത രചന, കവിതകളുടെ വിലയിരുത്തലുകൾ, വിവർത്തനങ്ങൾ എന്നുവേണ്ട സമകാലിക മലയാള സാഹിത്യത്തിൽ സവിശേഷമായൊരു സ്ഥാനമുള്ള ഒരു കൂട്ടായ്മയാണ് കേരള പെൺകവികൾ. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സ്റ്റാലിന എന്ന കവയിത്രിയുടെ പങ്ക് നമുക്ക് കാണാൻ കഴിയും. സ്റ്റാലിനയുടെ കവിതകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അരികു ജീവിതങ്ങളെ, അത് സ്ത്രീകളാവാം, പ്രകൃതിയാവാം, കഷ്ടത അനുഭവിക്കുന്നവരാവാം, തൻ്റെ കവിതകളിലൂടെ ചിത്രീകരിക്കുന്നതിൽ സ്റ്റാലിന വളരെയധികം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ഒപ്പം സമകാലികമായ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ സ്റ്റാലിനയെ വ്യത്യസ്തയാക്കുന്നുണ്ട്. ഈയിടെ നടന്ന പ്രക്ഷോഭങ്ങൾ, യുവതലമുറയുടെ സമൂഹത്തിലേക്കുള്ള കടന്നുവരൽ, അവരുടെ അടയാളപ്പെടുത്തലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ മുന്നോട്ടുള്ള വരവിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് സ്റ്റാലിന. ഒരുപാട് കൃതികൾ അവരുടേതായിട്ട് വന്നിട്ടുണ്ട്, കവിതാ സമാഹാരങ്ങളും, ഒപ്പം മാധ്യമം, മലയാളം, ദേശാഭിമാനി തുടങ്ങിയ വാരികകളിൽ, മാസികകളിലും പ്രത്യക്ഷപ്പെടുന്ന കവിതകളും, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതപ്പെട്ട കവിതകളുമൊക്കെയായി ധാരാളം കവിതകൾ അവരുടേതായിട്ട് നമുക്ക് കാണാം. ഒപ്പം നിരൂപണ രംഗത്തും വിവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലയിലും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പഠനങ്ങളിലുമെല്ലാം സ്റ്റാലിനയുടെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. ഏതാനും കൃതികൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. വിരൽത്തുമ്പിലിറ്റുന്ന വിത്തുകൾ എന്നത് സ്റ്റാലിനയുടെ കവിതാ സമാഹാരമാണ്. രാത്രി ജീവിതം എന്ന കവിത, വാടക വീട്ടിലെ വരികൾ എന്ന കവിത, AI ക്ലാസ്സിലൊരു കുട്ടി, ജ്ഞാനികൾ പറയാത്തത്, തെറി എന്ന് പറയുന്ന കവിത, ഇതെല്ലാം സ്റ്റാലിനയുടെ പ്രധാനപ്പെട്ട കവിതകളാണ്. തെറി എന്ന് പറയുന്ന കവിത വളരെയധികം സവിശേഷ ശ്രദ്ധ നേടിയ ഒരു കവിത കൂടിയാണ്. മനുഷ്യരുടെ ഇരട്ടത്താപ്പുകളെ, സമൂഹത്തിലെ മനുഷ്യരുടെ ഇരട്ട മുഖങ്ങളെ, മുഖം മൂടുകളെ ഒക്കെ തൻ്റെ കവിതകളിലൂടെ അടയാളപ്പെടുത്താൻ സ്റ്റാലിന ശ്രമിച്ചിട്ടുണ്ട്. അധികാരത്തോട്, രാഷ്ട്രീയ മേഖലയിലോട് ഒക്കെ സംവാദത്തിൽ ഏർപ്പെടുന്ന കവിതകളാണ് സ്റ്റാലിനയുടേത്. ഒരു വിപ്ലവകാരിയായ എഴുത്തുകാരിയെ നമുക്ക് സ്റ്റാലിനയുടെ കവിതകളിൽ കാണാൻ കഴിയും. തെറി എന്ന കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറിയുടെ രാഷ്ട്രീയം, എവിടെ നിന്നാണ് ഈ തെറിവാക്കുകൾ കടന്നു വരുന്നത്, ആ തെറിവാക്കുകൾക്ക് എന്തിനോടൊക്കെയാണ്, അതിൻ്റെ പദാവലികൾക്ക്, തെറിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എവിടെ നിന്ന് വരുന്നു, അത് എന്ത് സൂചനകളിലേക്കാണ് പോകുന്നത് എന്നൊക്കെ വിശദമാക്കുന്ന ഒരു കവിതയായി നമുക്ക് തെറി എന്ന കവിതയെ വായിക്കാം. എല്ലാ തെറിവാക്കുകളും ജാതിയും പെൺശരീരവും മുൻനിർത്തിയാവുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങളെ സ്റ്റാലിന അന്വേഷിക്കുന്നുണ്ട്. തെറിവാക്കുകൾ പലപ്പോഴും ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതവുമായി
ബന്ധപ്പെടുത്തിയുള്ളവയാകുന്നു. അല്ല എങ്കിൽ പെണ്ണിൻ്റെ ശരീരവുമായി ബന്ധപ്പെടുത്തി ഉള്ളവയാകുന്നു. എന്തുകൊണ്ടാണ് തെറിവാക്കുകളിൽ പോലും ഇത്തരമൊരു രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എന്നുള്ള അന്വേഷണമായി തെറി എന്ന കവിത മാറുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള കവിതയുടെ പേര് കവികൾ എന്നാണ്. ആരാണ് കവികൾ, എന്താണ് കവിത എന്നതിനെ സംബന്ധിച്ച സാമ്പ്രദായികമായ ധാരണകളെ തിരുത്തി എഴുതുന്ന ഒരു കവിതയായി കവികൾ എന്ന കവിതയെ നമുക്ക് കാണാം. ആരാണ് കവി? ദന്തഗോപുരങ്ങളിലിരുന്ന്, സ്വസ്ഥമായ സ്ഥാനങ്ങളിലിരുന്ന് കടലാസിൽ പേന വെച്ച് എഴുതുന്ന തരത്തിലുള്ള കവികളെയാണ് നമ്മൾ എല്ലാ കാലവും കണ്ടിട്ടുള്ളത്. അവരെയാണ് കവികൾ എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുമുള്ളത്. വായിക്കാൻ അറിയാവുന്ന, എഴുതാനറിയാവുന്ന, അറിവ് സ്വന്തമായുള്ള, അക്ഷരം കൈമുതലായുള്ള ആളുകളെ, അവരുടെ എഴുത്തിനെ കവികളെന്നും കവിത എന്നും നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അങ്ങനെയല്ലാത്ത കവികളെ കണ്ടെടുക്കുകയാണ് കവികൾ എന്ന കവിതയിലൂടെ സ്റ്റാലിന ചെയ്യുന്നത്. കടലാസ് എടുക്കാതെ സാധാരണ മനുഷ്യർ എഴുതുന്ന കവിതകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ കവിത ഉണർത്തുന്നുണ്ട്. ഏതാണ് ആ സാധാരണ മനുഷ്യർ? മണ്ണിൽ പണിയെടുക്കുന്ന, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മമാരെഴുതുന്ന, കർഷകരെഴുതുന്ന, കൃഷിക്കാരൻ എഴുതുന്ന, ഓരോ കടലാസിലല്ലാതെ എഴുതുന്ന ഓരോ വരികളെയും കുറിച്ചാണ് സ്റ്റാലിന ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. കവികൾ എന്ന കവിതയിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഒരു കിളയക്കാരൻ കൊച്ചയ്യപ്പൻ ചേട്ടനുണ്ട്, ഒരു കുഞ്ഞമ്മിണി ചേച്ചിയുണ്ട്. കവിതയുടെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: രാവിലെ എഴുതിയിട്ട ഓരോ വരിയിന്നും മണ്ണിരകൾ എഴുന്നേറ്റു വന്ന് കിളയക്കാരൻ കൊച്ചയ്യപ്പൻ ചേട്ടന് കൈകൊടുത്തു. ഉറുമ്പുകൾ ഓടി നടന്നു. പണിയെടുക്കുമ്പോൾ ആ കവിയുടെ കാലുകളിൽ ഉമ്മ വയ്ക്കുക മാത്രം ചെയ്തു. 10:30 കാപ്പി കുടിക്കാനിരിക്കുന്നതും നോക്കിയൊരു കാക്കച്ചി ക്ഷമയോടെ കാത്തിരുന്നു. ഇവിടെ കവിത എഴുതുന്നത് കൊച്ചയ്യപ്പൻ ചേട്ടനാണ്. അത് കടലാസും പേനയും വെച്ചെഴുതുന്ന കവിതയല്ല, മറിച്ച് കിളയ്ക്കുന്ന തൻ്റെ ആയുധങ്ങൾ കൊണ്ട് മണ്ണ് കിളച്ചു മറിച്ച് എഴുതുന്ന അധ്വാനത്തിൻ്റെ ഒരു കവിതയാണത് എന്ന് കവയിത്രി വിശദീകരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഓരോ മണ്ണിനെയും ഇളക്കി മറിക്കുമ്പോൾ ആ മണ്ണിനടിയിൽ നിന്ന് മണ്ണിരകൾ എഴുന്നേറ്റു വന്ന് ആ കൊച്ചയ്യപ്പൻ ചേട്ടന് കൈ കൊടുക്കുന്നു. എങ്ങനെയാണ് ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ജീവജാലങ്ങളും ഒരു അധ്വാനിക്കുന്ന മനുഷ്യനോട് കൈ കോർക്കുന്നത്? എങ്ങനെയാണ് സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്? ഉറുമ്പുകൾ ഓടി നടന്ന് കടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പണിയെടുക്കുമ്പോൾ കവിയുടെ കാലുകളിൽ ഉമ്മ വയ്ക്കുക മാത്രം ചെയ്യുന്നു. ഉമ്മ വയ്ക്കലായിട്ടാണ് ഉറുമ്പുകളുടെ സാന്നിധ്യത്തെ, തൻ്റെ കൈകാലുകളിലൂടെ നടക്കുന്ന ഉറുമ്പുകളുടെ സാന്നിധ്യത്തെ കൊച്ചയ്യപ്പൻ ചേട്ടൻ മനസ്സിലാക്കുന്നത്. ഇനിയോ 10:30 കാപ്പി കുടിക്കാനിരിക്കുന്നതും നോക്കിയൊരു കാക്കച്ചി ക്ഷമയോടെ കാത്തിരുന്നു. നോക്കൂ, പ്രകൃതിയുടെ നിരന്തരമായൊരു സാന്നിധ്യം സ്റ്റാലിനയുടെ കവിതയുടെ പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. ഇവിടെ മണ്ണിരയും ഉറുമ്പും കാക്കയുമെല്ലാം ആ മനുഷ്യരോട് ഇടകലർന്നു നിൽക്കുന്നു. രാവിലെ മുതൽ കിളയ്ക്കാൻ തുടങ്ങുന്ന ആ മനുഷ്യൻ്റെ അയാളെടുക്കുന്ന വരമ്പുകളെല്ലാം കവിതയായി മാറുന്നു. ഇതും കവിതയാണ്. ഒരാൾ മണ്ണിലെഴുതുന്ന, ഒരാളെടുക്കുന്ന പണി, മണ്ണിലെടുക്കുന്ന പണി പോലും കവിതയാണ്. ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് എഴുതുന്നത് മാത്രമല്ല കവിത, മറിച്ച് ഓരോ മനുഷ്യൻ്റെ അധ്വാനത്തിലും കവിതയുണ്ട് എന്ന് അതും കൂടി കവിതയാണ്. ഉറുമ്പുകൾ കടിക്കാതെ ഉമ്മ വയ്ക്കുക മാത്രം ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാക്ക, അല്ലേ, തനിക്ക് അയാൾ ചായ കുടിക്കാൻ പോകുമ്പോൾ തനിക്കും ഒരു പങ്ക് ഒരു പക്ഷേ കിട്ടിയേക്കാം എന്ന്, ഒരു പക്ഷേ അയാൾ ആ കൊത്തി ഇട്ടിരിക്കുന്നിടത്ത് നിന്ന് മാറുമ്പോൾ ആ മണ്ണിരകളെ ഒരു പക്ഷേ തനിക്ക് കിട്ടിയേക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കാക്ക. പണിക്കാരൻ്റെ അധ്വാനവും അയാളുടെ വിശ്രമവുമെല്ലാം ഇവിടെ കവിതയ്ക്ക് വിഷയമാകുന്നു. അതുപോലും ഒരു കവിതയായി മാറുന്നു എന്ന് എഴുത്തുകാരി വിശദീകരിക്കുന്നു.
കൊച്ചയ്യപ്പൻ ചേട്ടൻ അന്നെഴുതിയ കവിതയെന്നൊത്തിരി കവിതകൾക്ക് മുള പൊട്ടിയും. ഒരു കവിത എഴുതുന്നു, അതിൽ നിന്നു പിന്നീട് ഒരുപാട് കവിതകൾ ജനിക്കുന്നു. അയാൾ എഴുതിയ കവിതകളിൽ നിന്നും പൊട്ടിയ മുളകളെ, പുതിയ മുകുളങ്ങളെ കവയത്രി അടയാളപ്പെടുത്തുന്നു. അടുത്തത് കുഞ്ഞമ്മിണി ചേച്ചിയിലേക്കുള്ള പോക്കാണ്. കവിതകൾ ചൊല്ലാനറിയുന്ന ആരാണ്? കുഞ്ഞമ്മിണി ചേച്ചി. അയ്യപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ കുഞ്ഞമ്മിണി ചേച്ചിയും ഒട്ടും മോശമായിരുന്നില്ല. അയ്യപ്പൻ ചേട്ടനെ പോലെ മുറിച്ചുള്ള കവിതയല്ലേലും ഉശിരത്തി കവിതക്കാരെത്തി ആശാട്ടിയും. കുഞ്ഞമ്മിണി ചേച്ചിയും ഇതുപോലെ തന്നെയാണ്. അയ്യപ്പൻ ചേട്ടനെ പോലുള്ള കവിതകളല്ല, മറിച്ച് ഒരു പെണ്ണിൻ്റെ ഉശിരുള്ള കവിതകളാണ് കുഞ്ഞമ്മിണി ചേച്ചിയിൽ നിന്ന് വരുന്നത്. കവിതകളുടെ ആശാട്ടിയായി അവിടെ കുഞ്ഞമ്മിണി ചേച്ചി മാറുന്നു. കവിതകളുടെ ഭംഗിയിലേക്ക് കുഞ്ഞമ്മിണി ചേച്ചിയുടെ കവിതകൾ പിറക്കുന്നു. നോക്കൂ, ആണിൻ്റെ കവിതകളും പെണ്ണിൻ്റെ കവിതകളും വ്യത്യസ്തമാണ്. ആണെഴുതുന്ന കവിതകൾ, പെണ്ണെഴുതുന്ന കവിതകൾ രണ്ടിൻ്റെയും പ്രമേയവും ഭാവവും താളവും എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. രണ്ടും രണ്ടനുഭവങ്ങളിൽ നിന്ന് വരുന്നു എന്ന് എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുന്നത് കാണാം. പശുവിനെ കറക്കുമ്പോഴും കോഴിയുടെ കൂട് തുറക്കുമ്പോഴും പുള്ളിക്കാരി ഈണത്തിൽ നല്ല താളത്തിൽ കവിത ചൊല്ലി. പശുക്കൾക്ക് പാല് കൂടുതൽ, കോഴികൾ ഉഷാറായി ഇണചേർന്ന് ഒത്തിരി മുട്ടകൾ. എങ്ങനെയാണ് കവിത ജനിക്കുന്ന നേരങ്ങളെ അടയാളപ്പെടുത്തുന്നു. കവിത കേൾക്കുന്ന ജീവജാലങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങളെ അടയാളപ്പെടുത്തുന്നു. ഓരോ നിമിഷവും കവിത ജനിക്കുന്നു. പശുവിനെ കറക്കുമ്പോൾ, കോഴിക്കൂട് തുറക്കുമ്പോൾ, ഇപ്പോഴുണ്ടാകുന്ന കവിതകളെല്ലാം കേട്ട് പശുവിന് പാല് കൂടുന്നു, കോഴിമുട്ടകളേറെ ലഭിക്കപ്പെടുന്നു. ഓരോ പണികൾക്കുമിടയിലും അതുമായി അലിഞ്ഞു ചേർന്ന് കവിതകൾ അങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ? മുകളിൽ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിലല്ല, താഴെ തട്ടിലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കവിതകൾ വിരിയുന്നത് എന്ന് സ്റ്റാലിന് അടയാളപ്പെടുത്തുന്നു. അധ്വാനത്തിന് ധാരാളം ഫലമുണ്ടാകുമെന്നും ഈ കവിത നമ്മളോട് പറയുന്നു. പശുവിൻ്റെ പാല് കൂടുന്നു, മുട്ടകളുടെ എണ്ണം വർദ്ധിക്കുന്നു. എങ്ങനെയാണ് കവിതകളും പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അധ്വാനവും ഫലവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കവിത വ്യക്തമാക്കുന്നുണ്ട്. മുട്ട മോട്ടിക്കാൻ വന്ന പട്ടിയെ ഓട്ടിക്കാൻ മാത്രം അവർ മൂർച്ചയുള്ള തെറിക്കവിത എടുത്തു. അല്ലാത്തപ്പോൾ പട്ടിക്ക് പഴങ്കഞ്ഞിയും മീൻകറിയും കാത്തുവച്ചു. എവിടെയാണ് രക്ഷകയാവേണ്ടത്, എവിടെയാണ് ശിക്ഷകൾ കൊടുക്കേണ്ടത് എന്ന് കുഞ്ഞമ്മിണി ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. മുട്ട മോട്ടിക്കാൻ പട്ടി വരുമ്പോൾ തെറി വിളിക്കുകയും അല്ലാത്ത സമയങ്ങളിലെല്ലാം ആ പട്ടിയെ കാത്തു സൂക്ഷിക്കുകയും അതിനുവേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞമ്മിണി ചേച്ചി. ഇതും കവിതകളായി മാറുന്നു. മുട്ട മോട്ടിക്കാൻ വന്ന പട്ടിയെ ഓട്ടിക്കാൻ മാത്രം അവർ മൂർച്ചയുള്ള തെറിക്കവിത എടുത്തു. അല്ലാത്തപ്പോൾ പട്ടിക്ക് പഴങ്കഞ്ഞിയും മീൻകറിയും കാത്തുവച്ചു. അവർക്ക് രണ്ടാൾക്കും കവിത മുട്ടണ നേരത്ത് കുഞ്ഞൊരാ വീട്, നക്ഷത്രങ്ങൾക്കു താഴെ മണ്ണ് വാരി കളിച്ചുകൊണ്ട് ഒരു കവിത വരയ്ക്കും. നോക്കൂ, ഓരോ നിമിഷവും ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. ചിലപ്പോഴൊക്കെ അവർക്കങ്ങ് കവിത വന്നു മുട്ടുന്ന നേരത്ത് ആ കുഞ്ഞു വീടിൻ്റെ മുകളിലുള്ള ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് താഴെ മണ്ണ് വാരി കളിച്ചുകൊണ്ട് ഒരു കവിത വരയ്ക്കും. ചിലപ്പോൾ അതൊരു കൊച്ചു കുട്ടിയുടെ സർഗാത്മകമായ രചന പോലെയാവാം. കുട്ടികൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്നതിലും മണ്ണി വാരി കളിക്കുന്നതിലും അത്ര നിഷ്കളങ്കമായുള്ള അവരുടെ ഓരോ പ്രവർത്തികൾക്കുള്ളിൽ പോലും സർഗാത്മകമായ അടയാളങ്ങളെ കാണുകയാണ് കവിയത്രി. കുട്ടിയുടെ നിഷ്കളങ്കതയും സർഗാത്മകതയും എങ്ങനെ ഇടചേരുന്നു, അവരിൽ നിന്നെങ്ങനെ കവിത രൂപപ്പെടുന്നു എന്നെല്ലാം കവിയത്രി വിശദീകരിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും, ഇവിടെ കുഞ്ഞമ്മിണി ചേച്ചിയും കൊച്ചയ്യപ്പൻ ചേട്ടനുമാണ്, കവിത മുട്ടണ നേരത്ത് കുഞ്ഞൊരാ വീട്, നക്ഷത്രങ്ങൾക്ക് താഴെ മണ്ണ് വാരി കളിച്ചുകൊണ്ട് ഒരു കവിത വരയ്ക്കും. കുഞ്ഞുങ്ങളുടെ ആവിഷ്കാരങ്ങൾക്കുള്ളിൽ പോലും കവിതകളെ നമുക്ക് കാണാൻ കഴിയും. കവിത വറ്റണ നേരത്ത് ഒന്നേയുള്ളൂ,
കവിത വറ്റണ നേരം ഒന്നേ ഉള്ളൂ കുഞ്ഞമ്മണി ചേച്ചിക്ക് പ്രാന്തളകണ കാലത്ത്. അതും ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞ ജീവിതത്തിലൂടെയല്ല ഇവരുടെ കടന്നുപോക്ക്. നമ്മുടെ ഒരു ഭ്രാന്തമായ അവസ്ഥകളിലേക്ക് ഒരുപക്ഷെ കുഞ്ഞമ്മണി ചേച്ചിയുടെ മനസ്സും ബുദ്ധിയുമെല്ലാം സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഭ്രാന്തിളകുന്ന കാലം കവിത വറ്റിപ്പോകുന്ന കാലമായി മാറുന്നു. അവിടെ സർഗാത്മകമായ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തൊരു കാലമുണ്ടാകുന്നു. പ്രതിസന്ധികളിൽ ആവിഷ്കാരങ്ങൾ ഇല്ലാതെ പോകുന്നുവെന്ന്, ഭ്രാന്തിളകുന്ന നേരങ്ങളിൽ കവിത വറ്റിപ്പോകുന്നുവെന്ന് എഴുത്തുകാരി സൂചിപ്പിക്കുന്നു. ആ കവിത വറ്റുന്നതായി കുഞ്ഞമ്മണി ചേച്ചിക്ക് ചില സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സ്ഥിരബോധം നഷ്ടപ്പെടുന്ന, ഭ്രാന്ത് പിടിക്കുന്ന ചില സമയങ്ങളിൽ മാത്രം. അല്ലാത്ത സമയങ്ങളിലെല്ലാം കവിതകൾ ഇങ്ങനെ പൂത്ത് വിടർന്നുകൊണ്ടേയിരിക്കുന്നു. ആണ്ടറുതുകളിൽ അന്നേരത്ത് കുഞ്ഞമ്മണി ചേച്ചി ചൊല്ലാതെ പോയ കവിതകളെല്ലാം എടുത്ത് അയ്യപ്പൻ ചേട്ടൻ മുറ്റമടിക്കും, അടുപ്പ് കത്തിക്കും, നല്ല ഒന്നാന്തരം കൂട്ടാനും വയ്ക്കും. കറിമണമുള്ള പുക പൊങ്ങുമ്പോൾ ആകാശം അതിലുള്ള കവിതയെടുത്ത് നെഞ്ചത്ത് വിരിച്ചിടും. എന്താണ് ആണ്ടറുതുകളിൽ അന്നേരത്ത്? കുഞ്ഞമ്മണി ചേച്ചി ചൊല്ലാതെ പോയ കവിതകൾ. വർഷാവസാനങ്ങളിൽ, കഷ്ടകാലത്തിൻ്റെ നേരങ്ങളിൽ, കുഞ്ഞമ്മണി ചേച്ചിക്ക് ഭ്രാന്തിളകുന്ന സമയങ്ങളിൽ, അവരുടെ അഭാവങ്ങളിൽ കുഞ്ഞമ്മണി ചേച്ചി ചെയ്ത ജോലികളെ ഏറ്റെടുക്കുകയാണ് പുരുഷനായ സ്ത്രീ. ചെയ്ത ജോലികളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് അവിടെ കൊച്ചയ്യപ്പൻ ചേട്ടൻ. എന്താണ് ചെയ്യുന്നത്? മുറ്റമടിക്കും, അടുപ്പ് കത്തിക്കും, നല്ല ഒന്നാന്തരം കൂട്ടാനും വയ്ക്കും. എന്തെടുത്ത്? കുഞ്ഞമ്മണി ചേച്ചിയുടെ ചൊല്ലാതെ പോയ കവിതകളെടുത്ത് അവർ ചെയ്തിരുന്ന പണികൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അയാളുടെ കരുതലും സ്നേഹവുമെല്ലാം ഈ വരികൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. കറിമണമുള്ള പുക മനോഹരമായ കവിതയായി മാറുന്നു. കറിമണമുള്ള പുക മനോഹരമായ കവിതയായി മാറുന്നു. എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ്റെ വീടുകൾ പുലരുന്നത്? എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ്റെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം താങ്ങായി അവർ ചെയ്യുന്ന ജോലികൾ, അവരുടെ അധ്വാനങ്ങളെല്ലാം കവിതയായി പൂക്കുന്ന കാലത്ത്, കവിതയായി പൂക്കുന്ന സന്ദർഭങ്ങളെ എല്ലാം ഈ കവയത്രി നമ്മളുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. ആണ്ടറുതുകളിൽ അന്നേരത്ത് കുഞ്ഞമ്മണി ചേച്ചി ചൊല്ലാതെ പോയ കവിതകളെല്ലാം എടുത്ത് അയ്യപ്പൻ ചേട്ടൻ മുറ്റമടിക്കും, അടുപ്പ് കത്തിക്കും, നല്ല ഒന്നാന്തരം കൂട്ടാനും വയ്ക്കും. കറിമണമുള്ള പുക പൊങ്ങുമ്പോൾ ആകാശം അതിലുള്ള കവിതയെടുത്ത് നെഞ്ചത്ത് വിരിച്ചിടും. എന്തു മനോഹരമായിട്ടാണ് ഒരു സാധാരണ ജീവിതത്തെ, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ, അവൻ്റെ ജീവിതം തന്നെ കവിതയായി മാറുന്നത് എങ്ങനെ എന്ന് സ്റ്റാലിന എന്ന എഴുത്തുകാരി വരച്ചിടുന്നത്. ആരെഴുതുന്നതാണ് കവിത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ കവികൾ എന്ന കവിത. എന്താണ് കവിത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കവികൾ എന്ന കവിത. വളരെ ലളിതമായ ബിംബങ്ങളിലൂടെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട അടയാളങ്ങളിലൂടെ, മണ്ണിരയും കാക്കയും ഉറുമ്പും ഒക്കെയായി, മണ്ണ് കിളച്ചുമറിക്കലും ഒക്കെയായി വളരെ സാധാരണമായിട്ടുള്ള ബിംബങ്ങളെ ഉപയോഗിച്ച് പ്രകൃതിയെ വരച്ചിടുന്നൊരു കവിതയായി ഈ കവിത മാറുന്നു. മണ്ണിൽ അധ്വാനിക്കുന്നവനിൽ നിന്ന് വരുന്ന ഒരു കവിതയാണ് ഈ കവിത എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പ്രകൃതി പോലും സാധാരണക്കാരൻ്റെ അധ്വാനത്തെ ബഹുമാനിക്കുന്നു. കവിതയുടെ ചരിത്രം പോലും അങ്ങനെയാണ്. സാധാരണ മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നും വരികളിൽ നിന്നുമാണ് മലയാള കവിതയുടെ അടിവേരുകൾ, നാടൻ പാട്ടുകളിൽ നിന്ന് ജനിച്ച വാമൊഴികളായി പടർന്ന, കൃഷിക്കാരിലൂടെയും കൃഷിപ്പാട്ടുകളിലൂടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പാട്ടുകളിലൂടെയും ഒക്കെ വളർന്നു പടർന്നു പന്തലിച്ച മലയാള കവിതയെക്കുറിച്ചും കവികളെക്കുറിച്ചും, പേരില്ലാതെ പോയ കവികളെക്കുറിച്ചും ഒക്കെ ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് സ്റ്റാലിന എന്ന എഴുത്തുകാരിയുടെ കവികൾ എന്ന കവിത.